യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ആയിരക്കണക്കിന് സ്ത്രീ യാത്രക്കാർ ദിനംപ്രതി റെയിൽ മാർഗം യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് റെയിൽവേ മന്ത്രാലയം 2020 ഒക്ടോബർ 17 മേരി സഹേലി കർമ്മ പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ പ്രധാന ഉദ്ദേശം സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് തനിച്ച് ട്രെയിനിൽ യാത്ര നടത്താൻ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു. ഇതിനായി RPFന്റെ വനിതാ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. യാത്രക്കാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് അവരെ യാത്ര തുടങ്ങുന്ന ഇടം മുതൽ അവസാന സ്റ്റേഷൻ വരെ അവരുമായി സമ്പർക്കം പുലർത്തുന്നു എന്നതാണ്. ഇത് സ്ത്രീ യാത്രക്കാരുടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനുള്ള മനോധൈര്യം വർദ്ധിപ്പിക്കുകയും അവർക്കു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം സ്ത്രീ യാത്രക്കാർ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടിയുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിൻ യാത്രകളിലും നിങ്ങളുടെ റെയിൽവേ സംബന്ധമായ എല്ലാ സംശയ നിവാരണങ്ങളും റെയിൽവേ അധികൃതരുമായി മാത്രമായിരിക്കുക. സ്ത്രീകൾക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അധികൃതരെ ഉടൻ വിവരമറിയിക്കുക. സ്ത്രീകളുടെ കോച്ചുകളിൽ തനിയെ യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ യാത്രക്കാരുള്ള കോച്ചുകളിലേക്ക് സുരക്ഷിതരായി മാറേണ്ടതാണ്. എല്ലായ്പ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. എമർജൻസി വിൻഡോ ഡോർ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉയർത്തുക. യാത്രയിൽ സ്വർണ്ണാഭരണങ്ങളും മറ്റും കഴിവതും ഒഴിവാക്കുക. ഇവ ധരിച്ച് വിൻഡോ സൈഡിലോ ഡോർ സൈഡിലോ യാത്ര ചെയ്യാതിരിക്കുക. ആപത്ഘട്ടങ്ങളിൽ അപായ ചങ്ങല സംവിധാനം തീർച്ചയായും ഉപയോഗിക്കുക. യാത്രയിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പറായ 139 വിളിച്ചറിയിക്കേണ്ടതാണ്. ഇതുകൂടാതെ റെയിൽ മദത് കംപ്ലൈന്റ് പോർട്ടൽ, ട്വിറ്റർ കംപ്ലൈന്റ് എന്നിവ വഴിയും നിങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താവുന്നതാണ്.